എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള 2 പ്രധാനപ്പെട്ട എക്സാംസാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും അതുപോലെ തന്നെ പോളിടെക്നിക് ലെക്ചററും. അപ്പോൾ ഈ 2 എക്സാമിനും വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു സിലബസാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളുമാണ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കോപ്പ് ഇൻ ദ ഫൗണ്ടറി പ്രാക്ടീസ് റെഫേഴ്സ് ടു. ഫൗണ്ടറി പ്രാക്ടീസിൽ കോപ്പ് എന്ന് പറയുന്നത് എന്തിനെയാണ് റെഫർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ഒരു മോൾഡിംഗ് ബോക്സ്. ഈ മോൾഡിംഗ് ബോക്സിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വരുന്നതാണ് കോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോട്ടം പൊസിഷനിൽ വരുന്നതാണ് ഡ്രാഗ്. അപ്പോൾ മോൾഡിംഗ് ബോക്സിൻ്റെ ടോപ്പ് ഹാഫിൽ വരുന്ന പോർഷനെ പറയുന്ന പേരാണ് കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഉത്തരം. കോപ്പ് ഇൻ ദ ഫൗണ്ടറി പ്രാക്ടീസ് റെഫേഴ്സ് ടു ടോപ്പ് ഹാഫ് ഓഫ് ദി മോൾഡിംഗ് ബോക്സ്. അടുത്ത ചോദ്യം. ദ വെർട്ടിക്കൽ പാസേജ് ഫോർ ബ്രിങ്ങിങ് മോൾട്ടൺ മെറ്റൽ to the mold cavity is called. The vertical passage for bringing molten metal to the mold cavity is called. അതായത് ഈ വെർട്ടിക്കൽ ക്യാവിറ്റിയിൽ കൂടെയാണ് മോൾട്ടൺ മെറ്റലിനെ എന്ത് ചെയ്യുന്നത്, ഈ താഴോട്ടുള്ള മോൾഡ് ക്യാവിറ്റിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് സ്പ്രൂ എന്ന് പറയുന്നത്. സ്പ്രൂ എന്നാണ് പറയുന്നത്. അത് വെർട്ടിക്കൽ പാസേജ് ഫോർ ബ്രിങ്ങിങ് മോൾട്ടൺ മെറ്റൽ ടു ദി മോൾഡ് ക്യാവിറ്റി ഈസ് കോൾഡ് സ്പ്രൂ. മോൾഡ് ക്യാവിറ്റിയിലൂടെ മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. റണ്ണർ, റൈസർ, അതുപോലെ തന്നെ ഗേറ്റ് വേ ഒക്കെ മോൾഡ് ക്യാവിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. ദ പ്രോസസ് ഓഫ് പോറിങ് മോൾട്ടൺ മെറ്റൽ ഇൻ ദ ക്യാവിറ്റി ഓഫ് എ മെറ്റാലിക് മോൾഡ് ബൈ ഗ്രാവിറ്റി ഈസ് നോൺ ആസ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. ദ പ്രോസസ് ഓഫ് പോറിങ് മോൾട്ടൺ മെറ്റലിനെ പോർ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? ഇൻ ദ ക്യാവിറ്റി ഓഫ് എ മെറ്റാലിക് മോൾഡ് ബൈ യൂസിങ് ഗ്രാവിറ്റി യൂസ് ചെയ്തുകൊണ്ട് മോൾട്ടൺ മെറ്റലിനെ പോർ ചെയ്യുന്ന ഏത് കാസ്റ്റിംഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡൈ കാസ്റ്റിംഗ് ആണ്. ഡൈ കാസ്റ്റിങ്ങിലാണ് പോർ ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് പോറിങ് മോൾട്ടൺ മെറ്റൽ ഇൻ ദ ക്യാവിറ്റി ഓഫ് എ മെറ്റാലിക് മോൾഡ് ബൈ യൂസിങ് ഗ്രാവിറ്റി യൂസ് ചെയ്തുകൊണ്ട് മോൾട്ടൺ മെറ്റലിനെ പോർ ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈ കാസ്റ്റിംഗ്. ഇനി ഡൈ കാസ്റ്റിംഗ് തന്നെ 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെയാണ് പ്രഷർ ഡൈ കാസ്റ്റിംഗ്, രണ്ടാമത്തെയാണ് ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ്. 2 തരത്തിലുള്ള ഡൈ കാസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. പ്രഷർ ഡൈ കാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് മെത്തേഡും. മെറ്റാലിക് മോൾഡിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഇതിന് ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ആയിരിക്കും. മെറ്റാലിക് മോൾഡിനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അടുത്ത 4ാമത്തെ ചോദ്യം നോക്കാം. കുപ്പോള ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മെൽറ്റിംഗ്. ഏത് തരത്തിലുള്ള മെറ്റീരിയൽസിനെ മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുപ്പോള ഫർണസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫെറസ് മെറ്റീരിയൽസിനെ മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുപ്പോള ഫർണസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെറസ് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾ എന്താണ്? കാസ്റ്റൈൻ ഒരു ഫെറസ് മെറ്റീരിയലാണ്. ഫെറസ് മെറ്റീരിയലിൻ്റെ ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റൈൻ ആണ്. അടുത്തത് പെർമിയബിലിറ്റി ഓഫ് എ ഫൗണ്ടറി സാൻഡ്. ഒരു ഫൗണ്ടറി സാൻഡിൻ്റെ പെർമിയബിലിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പോറോസിറ്റി ടു പെർമിറ്റ് ദ എസ്കേപ്പ് ഓഫ് എ ഗ്യാസ് ഓർ എയർ.
പോറോസിറ്റി ടു പെർമിറ്റ് ദ എസ്കേപ്പ് ഓഫ് എ ഗ്യാസ് ഓർ എയർ. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഫ്രീ ദ ട്രാപ്ഡ് ഗ്യാസസ്. അതായത് മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ ഇടയിൽ അകപ്പെട്ട് കിടക്കുന്ന ഗ്യാസസിനെ ഫ്രീ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ടു ഫ്രീ ദ എൻട്രാപ്ഡ് ഗ്യാസസ് അല്ലെങ്കിൽ ട്രാപ്ഡ് ഗ്യാസസ്, ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന ഗ്യാസസിനെ ഫ്രീ ചെയ്യുക, അതിനെയാണ് പെർമിയബിലിറ്റി ഓഫ് ദി ഫൗണ്ടറി സാൻഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പെർമിയബിലിറ്റി ഈസ് പുവർ ഫോർ. പെർമിയബിലിറ്റി ഏത് തരത്തിലുള്ള ഗ്രെയിൻസിനായിരിക്കും കുറവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് ഫൈൻ ഗ്രെയിൻസ്. ഫൈൻ ഗ്രെയിൻസിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അത് വളരെ അടുത്തടുത്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ഗ്യാസിനെ എസ്കേപ്പ് ചെയ്ത് പുറത്തോട്ട് പോകാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇവിടുന്ന് ഒരു ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. എന്നാൽ മീഡിയം ഗ്രെയിൻസിനും അതുപോലെ തന്നെ കോസ് ഗ്രെയിൻസിനൊക്കെ എന്താണ്, അതിൻ്റെ പാർട്ടിക്കിൾസ് അകന്നകന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസസിന് എസ്കേപ്പ് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ പോസിബിലിറ്റി കൂടുതലായിരിക്കും മീഡിയം ഗ്രെയിൻസിനും കോസ് ഗ്രെയിൻസിനും. പക്ഷേ ഫൈൻ ഗ്രെയിൻസിൻ്റെ കേസ് വരുമ്പോഴും പെർമിയബിലിറ്റി വളരെ കുറവായിരിക്കും. അടുത്തത് മെറ്റൽ പാറ്റേൺസ് ആർ യൂസ്ഡ് ഫോർ. മെറ്റൽ പാറ്റേൺസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓൺ കാസ്റ്റിംഗ്. കാസ്റ്റിങ്ങിൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് മെറ്റൽ പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. എട്ടാമത്തെ ചോദ്യം, ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് സാൻഡ് ഗ്രെയിൻ അഫക്റ്റ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി. സാൻഡ് ഗ്രെയിനിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ സൈസും ഏത് പ്രോപ്പർട്ടീനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോറോസിറ്റീനെ പറ്റിയിട്ടാണ്. പോറോസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് സാൻഡ് ഗ്രെയിൻസ്. സാൻഡ് ഗ്രെയിൻസൊക്കെ വളരെ അടുത്താണെങ്കിൽ എന്താണ്, അത് എൻട്രാപ്പ് ചെയ്തിരിക്കുന്ന ഗ്യാസസിനെ കടത്തിവിടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അകലെയാണെങ്കിൽ എൻട്രാപ്പ് ചെയ്തിരിക്കുന്ന ഗ്യാസസിനെ വളരെ ഈസി ആയിട്ട് കടത്തിവിടുകയും ചെയ്യും. അടുത്ത ചോദ്യം, പോറോസിറ്റി എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്? പോറോസിറ്റി ഈസ് റിലേറ്റഡ് ടു പെർമിയബിലിറ്റി. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് സെറിയൽസിനെ പറ്റി പഠിക്കാം. സെറിയൽസ് എന്താണ്? സെറിയൽസ് ആർ ആഡഡ് ടു ദ മോൾഡിംഗ് സാൻഡ് ടു ഇംപ്രൂവ് ദ ഫോളോവിങ്. മോൾഡിംഗ് സാൻഡിൻ്റെ ഏത് പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറിയൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? മോൾഡിംഗ് സാൻഡിലേക്ക് സെറിയൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനാണ്. ഗ്രീൻ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെറിയൽസ് മോൾഡിംഗ് സാൻഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സെറിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെറിയൽ ഈസ് എ ബൈൻഡർ. ഒരു ബൈൻഡറിന് എക്സാമ്പിളാണ് സെറിയൽസ് എന്ന് പറയുന്നത്. അത് മോൾഡിംഗ് സാൻഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഗ്രീൻ സ്ട്രെങ്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അടുത്തത്, ടു ഇംപ്രൂവ് ദ സർഫസ് ഫിനിഷ് ഓഫ് ദ കാസ്റ്റിംഗ് ഫോളോയിങ് അഡിറ്റീവ് ഈസ് യൂസ് ഇൻ ദി മോൾഡ് കാസ്റ്റിംഗ്. സർഫസ് ഫിനിഷ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാസ്റ്റിങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? റെസിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ടു ഇംപ്രൂവ് ദ സർഫസ് ഫിനിഷ് ഓഫ് ദി കാസ്റ്റിംഗ് ഫോളോയിങ് അഡിറ്റീവ് ഈസ് യൂസ്ഡ് ഇൻ ദി മോൾഡ് കാസ്റ്റിംഗ്. അപ്പോൾ ആൻസർ വരുന്നത് റെസിനാണ്. ഇനി നമുക്ക് ഈ 10 ചോദ്യങ്ങളൊന്ന് ഓടിച്ച് നോക്കാം. കോപ്പ് ഇൻ ദി ഫോളോയിങ്. കോപ്പ് ഇൻ ദ ഫൗണ്ടറി പ്രാക്ടീസ് റെഫേഴ്സ് ടു top half of the molding box. The vertical passage for bringing molten metal to the mold cavity is called sprue. അടുത്ത ചോദ്യം, the process of pouring molten metal in the cavity of a metallic mold by gravity is known as die casting. Die casting 2 ടൈപ്പ് ഉണ്ട്. പ്രഷർ ഡൈ കാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിങ്ങും. കുപ്പോള ഫർണസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫെറസ് മെറ്റീരിയൽസിനെ മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കുപ്പോള ഫർണസ് യൂസ് ചെയ്യുന്നത്. ഫെറസ് മെറ്റീരിയലിൻ്റെ എക്സാമ്പിളാണ് കാസ്റ്റ് അയൺ. പെർമിയബിലിറ്റി ഓഫ് ദി ഫൗണ്ടറി സാൻഡ് എങ്ങനെയായിരിക്കും? പോറോസിറ്റി
പെർമിറ്റ് ദ എസ്കേപ്പ് ഓഫ് ഗ്യാസ് ഓർ എയർ. എൻട്രാപ്പ് ചെയ്തിരിക്കുന്ന ഗ്യാസസിനെ എസ്കേപ്പ് ചെയ്യുന്നതിനുള്ള എബിലിറ്റിയാണ് പെർമിബിലിറ്റി എന്ന് പറയുന്നത്. പെർമിബിലിറ്റി ഈസ് പുവർ ഫോർ. പെർമിബിലിറ്റി ഏതിനായിരിക്കും കുറവായിട്ടുള്ളത്? ഫൈൻ ഗ്രെയിൻസിനായിരിക്കും. ഫൈൻ ഗ്രെയിൻസിൻ്റെ പാർട്ടിക്കിൾസൊക്കെ അടുത്തടുത്താണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഗ്യാസസിനെ എസ്കേപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. ദ മെറ്റൽ പാറ്റേൺസ് ആർ യൂസ്ഡ് ഫോർ. മെറ്റൽ പാറ്റേൺസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓൺ കാസ്റ്റിംഗ്. കാസ്റ്റിങ്സിൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മെറ്റൽ പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് സാൻഡ് ഗ്രെയിൻ എഫക്റ്റ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി. ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ സാൻഡ് ഗ്രെയിൻ എഫക്റ്റ് പോറോസിറ്റി. പോറോസിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? പെർമിയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് പോറോസിറ്റി. അടുത്തത് സെറിയൽസ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. സെറിയൽസ് മോൾഡിങ് സാൻഡിൻ്റെ ഗ്രീൻ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് സെറിയൽസ് എന്ന് പറയുന്നത്. സെറിയൽ എന്ന് വെച്ചാൽ ഒരു ബൈൻഡർ ആണെന്നും കൂടി നമ്മൾ പഠിച്ചു. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സർഫസ് ഫിനിഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൾഡ് കാസ്റ്റിങ്ങിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആണ് റെസിൻസ്. ടു ഇംപ്രൂവ് ദ സർഫസ് ഫിനിഷ് ഓഫ് ദ കാസ്റ്റിംഗ് ഫോളോയിങ് അഡിറ്റീവ് ഈസ് യൂസ്ഡ് ഇൻ ദ മോൾഡ് കാസ്റ്റിംഗ്. ആൻസർ റെസിൻ ആണ്.